394 കുടുംബങ്ങൾക്ക് സ്വപ്ന സാക്ഷാത്കാരമാണ് തുരുത്തിയിലൊരുക്കിയ ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം. കാലങ്ങളായി ദുരിത ജീവിതം നയിച്ച മനുഷ്യർക്ക് ഇനി കൊച്ചിയുടെ വീട് ലഭിച്ച ആ മനുഷ്യരുടെ വാക്കുകൾ കൂടി കേൾക്കാം. കൊച്ചി കണ്ട സ്വപ്നം അതിതാ പൂവണിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്തോഷം. എന്നാ വെച്ചാൽ ഞാൻ തുള്ളിച്ചാറിയാണ്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വീട് ഇങ്ങനെ സബലമാക്കി തന്ന സാറിനോടും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയണേണ്. ഞങ്ങൾക്ക് വീട് കാണാൻ വേണ്ടി ഞങ്ങൾ ഓടിച്ചാടി നടക്കണമായിരുന്നു. ഞങ്ങൾക്ക് കിടക്കാല സ്വന്തം എന്ന് പറഞ്ഞ് അതിന് സർക്കാരോട് ഒരുപാട് നന്ദി. ചോർന്നിട്ടും പാത്രം വെച്ചിട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട് ഈ പറയപ്പെട്ട ആൾക്കാരെല്ലാവരും. നമ്മൾ തന്നെയല്ല, മറ്റുള്ള കുടുംബങ്ങളും. അപ്പം അതിനൊക്കെ അള്ളാഹു ഒരു തണലായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കണേന്ന്. അള്ളാഹു ഏറ്റവും സമ്പത്ത് കൊടുക്കട്ടെ അവർക്ക്. അത് ഉമ്മക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രി വന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ വീടും കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. ഇപ്പം ഇന്നൊരു സ്വന്തമായ വീട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമായി. സ്വന്തമായ ഭൂമിയോ വീടോ ഇല്ലാതെ കാലങ്ങളായി ദുരിതം അനുഭവിക്കുന്ന 394 മനുഷ്യർക്കാണ് ഈ ഭവന സമുച്ചയങ്ങൾ കൈമാറിയത്. കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നതാണ് ഈ ഓരോ വീടുകളും. പാവപ്പെട്ട മനുഷ്യരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞങ്ങൾ ഏർപ്പെട്ടത്. ആ പരിശ്രമം വിജയിക്കുമ്പോൾ അവരുടെ സ്വപ്നം പൂവണിഞ്ഞതിലുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. സന്തോഷം കൊണ്ട് നമുക്ക് പറയാൻ പറ്റണില്ല. പിന്നെ എത്ര വാടക കൊടുത്ത് ജീവിക്കണത്. അപ്പം അതിൽ നിന്നൊക്കെ ഇനിയും മുഖ്യമന്ത്രി വരണമെന്ന് പറയണ ഭാഗത്തുനിന്നൊക്കെ പറ്റിയ മുഖ്യമന്ത്രിയാണിത്. 24 വർഷമായി വാടകയിലാണ് കഴിഞ്ഞത്. വീട് കിട്ടിയതിൽ വളരെ സന്തോഷമായി. വീട്ടിലാണ് ഇടങ്ങേറായിട്ടിരിക്കണായിരുന്നു. അപ്പോൾ എന്തായാലും സന്തോഷമായി. ആദ്യമായിട്ടാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഈ ഇടിഞ്ഞ പൊളിഞ്ഞ വീടും ചെറിയ വീടും വാടകയ്ക്ക് ഇപ്പോൾ വാടക കൊടുക്കാൻ നിവർത്തില്ല. ഇപ്പോൾ വലിയൊരു വീട്ടിലാണ് കിടക്കാൻ പോണത് ഫ്ലാറ്റിൽ. വളരെയേറെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. വാടക കൊടുത്തില്ലെങ്കിൽ ഉടമക്കാർ വീണ്ടും വാതൊക്കെ വരും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറിക്കിട്ടുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. അത് തന്നെ സ്വന്തമായി കിടന്നിട്ട് മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമാണ്. കേരളത്തിലെന്നല്ല രാജ്യത്ത് തന്നെ ആദ്യമാണ് ഇങ്ങനെയൊരു പാർപ്പിട സമുച്ചയം. കൊച്ചി കോർപ്പറേഷന് ഇതിൽ ആവോളം അഭിമാനിക്കാം. ക്യാമറമാൻ സജീവ് പോത്തിങ്കലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.